അതുകൊണ്ട് 34-ാമത്തെ ദിവസം എനിക്ക് നനച്ച വണ്ടി കിട്ടി. വിജയ് സാറിനെ കണ്ട ആ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെ ഞാനൊരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഒരു അമ്പലത്തെ ശരിയൊക്കെ വെക്കുന്ന ഫോട്ടോ ശരിയൊക്കെ വെക്കുന്ന അവിടെ ഇരുന്ന് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരു കോൾ വരികയാണ്. എന്താ വണ്ടി എവിടെയാണ് ചോദിച്ചു. ഞാൻ ഇന്ന സ്ഥലത്ത് ബസ് സ്റ്റോപ്പിലിരിക്കുകയാണ് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ നോക്കുമ്പോൾ അവിടെ വിജയ് സാറിൻ്റെ മാനേജറും ഡ്രൈവറും. മാനേജർ സാർ ഇറങ്ങിയിട്ട് ഇങ്ങനെ കൈ കാണിച്ചു. വണ്ടി കയറി നേരെ കൊണ്ടുപോയത് ചേച്ചി ഈ ഉണ്ണിക്കണ്ണ ഈ 4ാം ക്ലാസ് വരെ മംഗല ഡാമിലെ സാധാരണക്കാരനെ ഏറ്റവും വലിയ റിസോർട്ടിലേക്കായിരുന്നു. വലിയ റിസോർട്ട്, സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള റിസോർട്ട്. അവിടെ പോയിട്ട് ആദ്യം പോയതും ഭക്ഷണം ഓർഡർ ചെയ്തു. ഒരു ബിരിയാണി അങ്ങോട്ട് ഓർഡർ ചെയ്തു. 4 മണിക്ക് വണ്ടിയിൽ പോയി ലൊക്കേഷനിലേക്ക്. അവിടെ പോയത് ചേച്ചി ആദ്യം വന്നത് വിജയ് സാറിൻ്റെ പടത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. 5 മിനിറ്റ് പ്രൊഡ്യൂസർ സാർ വന്നിട്ട് പറഞ്ഞു സാറ് ഷൂട്ടിൽ അവിടെ ഫ്രീ ആണ് പറഞ്ഞു. അങ്ങനെ അവിടെ പോയപ്പോഴല്ലേ കുറേ ക്രൗഡ് നിൽക്കുന്നു ചേച്ചിയെ. ആ ക്രൗഡിൽ നിന്ന് വിജയ് സാർ എവിടെ പറഞ്ഞു നോക്കുമ്പോഴേക്കും അവിടെ നിന്ന് ഓടിയൊരു ഫാൻ ഷർട്ട് ഇട്ട് ഒരു ആൾ മുന്നിൽ വന്നിട്ട് തോളിൽ കൂടെ കൈയിട്ട് വെച്ച്. ഭയങ്കര പാപ്പ സത്യമായിട്ട് നടന്നതാടാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നിന്റെ മുഖത്ത് നോക്കുമ്പോ ഒരുമാതിരി വിശ്വസിക്കാത്ത അന്ന് മുഖത്തേക്ക് നോക്കണ്ട. ഇത് നീ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഇനി പറയാൻ പോണത് നീ വിശ്വസിക്കത്തേ ഇല്ല. എന്നിട്ട് എന്തിനാ തമ്പി കരയെന്ന് ചോദിച്ചു. എന്നിട്ട് അങ്ങനെ കാരവാനിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ളവരെല്ലാവരും നോക്കിട്ട് ചേർത്തിയാ പിടിച്ചത്. കുമാര തള്ളല്ല, സത്യമായിട്ടും പറയാ. എന്തിനാ അങ്ങനെ ചെയ്ത് തമ്പി ചോദിച്ചു. നിറയെ പേര് കളിയാക്കി പരിഹസിച്ചു. ഒന്നും കാണാൻ പറ്റില്ലാണ്, വേറെ വഴിയില്ലാണ്ടാണ് പറഞ്ഞു. കണ്ണ് കലങ്ങി നെഞ്ചും പൊട്ടിയിട്ടാണ് വിജയ് സാർ ഇരുന്നത്. എൻ്റെ കാലൊക്കെ കണ്ടിട്ട് സങ്കടപ്പെട്ട് വെച്ച്. അതൊരു ഭയങ്കര വെടിയാണ്. എന്നിട്ട് അങ്ങനെ കുറേ നേരം വീട്ടിലെ കാര്യമൊക്കെ സംസാരിച്ച് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് കണ്ണ് കലങ്ങിയിട്ടാണ് വിജയ് സാർ ഇരുന്നത്. ഈ പറയുന്നത് മൊത്തം ഫുൾ ഉടായ്പാണല്ലോ, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കും? അതൊന്നും എനിക്കറിയാൻ മേല. എന്നിട്ട് ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. ഞാൻ അങ്ങനെ ഇങ്ങനെ കൈ കാണിച്ചു. ആ മിനിറ്റിൽ തന്നെ വിജയ് സാർ ഇങ്ങനെ കൈവച്ചു. എന്തോന്ന് ഇങ്ങനെ ആ ഒരൊറ്റ ടൈമിൽ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ കാണിച്ചപ്പോൾ എന്നെ ചേർത്തി പിടിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. വിജയ് സാർ എന്നെ കണ്ടപ്പോ കണ്ണ് കലങ്ങി നെഞ്ചു പൊട്ടിയിട്ടാണ് ഇരുന്നത്. കൊറേ കാര്യം സംസാരിച്ചു. എന്താണ് വിജയ് സാർ എന്താണ് പറഞ്ഞു ഉണ്ണിക്കണ്ണനെ? എന്തിനാ തമ്പി ഇങ്ങനെ ചെയ്തെന്നാ ചോദിച്ചു. ഞാൻ അങ്ങനെ മനാടന് വന്നപ്പോൾ ഇലക്ഷന് വന്നപ്പോൾ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞപ്പോൾ കണ്ണ് കലങ്ങിയിട്ട് അവിടെ ഇരുന്നു. പിന്നെ ഒന്നും എന്താണ് ഇത്? സത്യനെ കണ്ടിട്ടുണ്ട്, പ്രേംനസനെ കണ്ടിട്ടുണ്ട്, മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ട്, മോഹൻലാലിനെ കണ്ടിട്ടുണ്ട്. നിന്നെപ്പോഴൊരു നടൻ ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഒരു ആഗ്രഹം കൊണ്ട് ചേച്ചി, നടക്കുമെന്നൊന്നും അറിയില്ല. ഈ 4ാം ക്ലാസ് വരെ നടക്കുമെന്ന് അറിയില്ല. ബിഗ് ബോസിൽ പോകണമെന്നൊരു ആഗ്രഹം കൊണ്ട്. അവൻ കളി തുടങ്ങി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.